ലോകം തന്നെ അംഗീകരിക്കുന്ന പ്രിയപ്പെട്ട സഖാവ് കെ ശൈലജ ടീച്ചറായിരുന്നു. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ആ ടീച്ചർക്കെതിരെ ആരും മത്സരിച്ചോട്ടെ, പക്ഷെ മത്സരം ഒരു പൊളിറ്റിക്കൽ ബാറ്റിൽ ആകണ്ടേ. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന പൊളിറ്റിക്കൽ ബാറ്റിൽ എന്നതിനപ്പുറത്ത് വ്യാജ നിർമ്മിതികളുടെ ഒരു യുദ്ധ മുനമ്പ് സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. സ്ഥാനാർത്ഥിയായ ഒരാളെ കൊണ്ടുവന്നയാളാര്? ഈ ജനാവലിയെ സാക്ഷി നിർത്തി വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് ഡിവൈഎഫ്ഐ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇങ്ങനെ SFI തെരുവിലിട്ട് SFI വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവരെ തെരുവിലിട്ട് ആക്രമിക്കാനാണ് പരിപാടിയെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരില്ലേ ശ്രീ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ ശ്രീ വി ഡി സതീശനൊക്കെ? ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഉചിതമാകുന്ന അദ്ദേഹത്തിന്റെ അലങ്കാര പദം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസണാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു സംശയവും വേണ്ട. ഈ ഷാഫി പറമ്പിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഉത്തരവാദിത്വത്തോടെ പറയുന്നു, വടകരയിലെ ഈ മഹത്തായ ജനാവലിയെ സാക്ഷി നിർത്തി ആവർത്തിച്ചു ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് കേരളത്തിന് നൽകുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസന്റെ പേരാണ് ഷാഫി പറമ്പിൽ. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ അറിയിക്കണം. ആ പൊളിറ്റിക്കൽ പോയിസൺ, രാഷ്ട്രീയ വിഷം, കൊടും വിഷം. എന്തൊക്കെയാ ലൊട്ടാപ്പി പറയുന്നേ? എന്താണ് ഇവിടെ ചുറ്റിയത്? വർഗീയത. ഇലക്ഷൻ വരുമ്പോൾ ഷാഫി എന്തിനായിരുന്നു ഈ വ്യാജ പ്രതീതി സൃഷ്ടിച്ചത്, വ്യാജ പ്രചരണം സൃഷ്ടിച്ചത്? ആരുടെയൊക്കെ പേരിലാണ്? ആദരണീയനായ ശ്രീ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ വ്യാജ വ്യാജ ലെറ്റർ പാഡ്, ആ ലെറ്റർ പാഡിൽ ഞാൻ ഓരോന്നോരോന്നായി എടുത്ത് പറയുന്നില്ല. എന്തായിരുന്നു നിങ്ങളുടെ പ്രചരണം? എന്തായിരുന്നു നിങ്ങളുടെ പ്രചരണം? ലൊട്ടാപ്പി സാർ പറ. ഈ കോൺഗ്രസ് ഈ പൊളിറ്റിക്കൽ പോയിസൺ എന്ന് ഞാൻ വിശേഷിപ്പിച്ച ഷാഫി പറമ്പിൽ, ആ ഷാഫി പറമ്പിലിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട്? അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് കയറൂ, അദ്ദേഹത്തിന്റെ ഇന്നലകളിലെ നിലപാടുകളിലേക്ക് പോകൂ. ഫേസ്ബുക്കിൽ മാത്രമല്ല, പുറമേ പറഞ്ഞ നിലപാടുകളെല്ലാം ഫേസ്ബുക്കിൽ തന്നെ എഴുതണമെന്നില്ലല്ലോ. ചിലപ്പോ തോന്നുന്നു ഇയാള് തത്വജ്ഞാനിയാണ്, ചിലപ്പോ കാമപ്രാന്തനാണ്. ശരിക്കും ആരാ? എന്തായിരുന്നു നിലപാടുകൾ? അദ്ദേഹത്തിന്റെ തട്ടകം എവിടെയായിരുന്നു? പാലക്കാടായിരുന്നു. ആള് പഴയ വലിയ നാടക നടനാ. അപ്പോഴും പാലക്കാട്, ഇപ്പോഴും പാലക്കാട്. പാലക്കാടായിരുന്നയാൾ വടകരയിലേക്ക് വരണമെന്ന് കരുതിയിട്ട് പോലുമില്ലാതിരുന്നയാൾ എന്തേ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു ശക്തമായ നിലപാടെടുത്തതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കെട്ടിയിട്ടാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.